ജീവനക്കാരെ കൊണ്ട് 120 മണിക്കൂർ വരെ ജോലി ചെയ്യിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇലോൺ മസ്ക്. ജോലി സമയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ആഴ്ചയിൽ എത്ര മണിക്കൂർ വരെ ജോലി ചെയ്യാമെന്നാണ് ചർച്ച. ഇൻഫോസിസ് സ്ഥാപകൻ നാരായണ മൂർത്തിയുടെ 70 മണിക്കൂർ ജോലി സമയ പരാമർശവും ലാർസൻ ആൻഡ് ടർബോ ചെയർമാൻ എൻ സുബ്രഹ്മണ്യന്റെ 90 മണിക്കൂർ ജോലി സമയം പരാമർശവുമെല്ലാം വലിയ വാദപ്രതിവാദങ്ങൾക്കാണ് വഴി തുറന്നത്. ഇപ്പോഴിതാ ഇലോൺ മസ്കിന്റെ ഒരു പ്രസ്താവന തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ട പുതിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ട്രംപ് സർക്കാർ സ്ഥാപിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ മേധാവിയാണ് നിലവിൽ ഇലോൺ മസ്ക്. തന്റെ വകുപ്പിന് കീഴിൽ ജീവനക്കാർ ആഴ്ചയിൽ 120 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് മസ്ക് പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ എതിരാളികൾ ആഴ്ചയിൽ 40 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ എന്നും അതുകൊണ്ടാണ് അവർ പിന്നോട്ട് പോകുന്നതെന്നും മസ്ക് പറഞ്ഞു. ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മസ്കിനെതിരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്നത്. മസ്ക് പറഞ്ഞത് വാസ്തവമാണെങ്കിൽ ഒരാൾ ദിവസം 17 മണിക്കൂർ വരെ ജോലി ചെയ്യുന്നുണ്ട് എന്നർത്ഥം. മസ്ക് ആരാധകർ പോലും ജീവനക്കാരെ ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതിൽ വിയോജിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സർക്കാരിനു വേണ്ടി ജോലി ചെയ്യുമ്പോൾ ഓവർ ടൈം ജോലി ചെയ്യുന്നത് കുറ്റകരമാണെന്നും എങ്ങനെയാണ് ട്രംപ് ഇത്തരത്തിൽ ആളുകളെ പണിയെടുപ്പിക്കുന്നത് എന്നും ചിലർ ചോദിക്കുന്നു. അധിക സമയം ജോലി ചെയ്യുന്ന ആളുകളാണ് ടെക് മേഖലയുടെ ശാപമെന്നും ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. കുറഞ്ഞ ശമ്പളത്തിന് കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്ന ഇവരെ കൊണ്ട് മുതലാളിമാർക്ക് മാത്രമേ പ്രയോജനമുള്ളൂ എന്നും ഇവർ പറയുന്നു. ഈ ജീവനക്കാർക്ക് സാമൂഹിക ജീവിതമുണ്ടോ എന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. ചിലരാകട്ടെ മസ്കിനെ കോമാളി എന്നുവരെ വിളിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ആക്ഷേപിക്കുകയാണ്.